പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നു. ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പി, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതും, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഗിരിപ്രഭാഷണ വേളകളിൽ പറയുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ശിഷ്യന്മാരുടെ നടപ്പിനെക്കുറിച്ചും ആ നടപ്പ് എങ്ങനെ ആയിരിക്കണമെന്നതിനെക്കുറിച്ചും ക്രിസ്തുവിലുള്ള മാർഗം എന്താണെന്നതിനെക്കുറിച്ചും വളരെ കൃത്യനിഷ്ഠതയോടെ വെളിപ്പെടുത്തുന്ന ഒരു വചനശകലങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. ഇവിടെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി. ഇവിടെ ഇടുക്കുവാതിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു, അകം കർത്താവായ യേശുക്രിസ്തുവിന്റെ നടപ്പിനെ കാണിക്കുന്നു, കടക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ കാണിക്കുകയാണ്. ഈ 3 നിലകളിൽ ആ ഒറ്റ വാക്യത്തിൻ്റെ അകത്ത് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് കടക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ അകത്തൂടെ കടന്ന് ഇടുക്കുവാതിലൂടെ വേണം നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. അപ്പോൾ ഇടുക്കുവാതിലൂടെ പ്രവേശിക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു വഴിയുണ്ട്, ഒരു വാതിലുണ്ട്. ആ വാതിൽ വിശാലമായ വഴിയിൽ നിന്നും ഇടുക്കുവാതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇടുക്കുവാതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഒരുത്തൻ പിന്നീട് വിശാലമായ വഴി തിരഞ്ഞെടുത്താൽ അവൻ്റെ നാശം നിത്യ മരണത്തിലേക്കായിരിക്കും ആ മനുഷ്യൻ്റെ യാത്ര എന്ന് ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ചെറിയൊരു കൂട്ടം മനുഷ്യർ ലോകത്തിലെ മറ്റു മനുഷ്യരിൽ നിന്നും വേർവിട്ട് നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയും. ശിഷ്യന്മാർ എല്ലായ്പ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കും. വിജയത്തെ സംബന്ധിച്ച് ഊതിപ്പെരുപ്പിച്ച പ്രതീക്ഷകൾക്കപ്പുറം യേശുവിൻ്റെ വാക്കുകൾ കടിഞ്ഞാണിടുന്നു. യേശുവിൻ്റെ ശിഷ്യൻ ഒരിക്കലും സംഖ്യാബലത്തിൻ്റെ തൻ്റെ പ്രതീക്ഷകൾ ഉറപ്പിക്കരുത് എന്നിവിടെ വെളിപ്പെടുത്തുകയാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമായിരിക്കും എന്ന് ഇവിടെ പറയുന്നതിൻ്റെ പ്രതിപാദി വിഷയം അതാണ്. അതുകൊണ്ട് എപ്പോഴും ഭൂരിപക്ഷമാണ് നമുക്ക് വലുതായി തോന്നുന്നത്, എന്നാൽ ചെറിയ ഒരു പക്ഷം നമുക്ക് അത് വലിയ ഇതായി നമുക്ക് തോന്നുകയില്ല. പക്ഷേ അവർ നാശത്തിൻ്റെ ഭാഷയിലേക്കാണ് ഈ ഭൂരിപക്ഷം പേരും ചലിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഈ അവസ്ഥയിലുള്ള ശിഷ്യന്മാരുടെ ഏക ആശ്വാസം നൽകുന്നത് നിത്യജീവൻ ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രത്യാശയിലേക്കും യേശു ക്രിസ്തുവുമായുള്ള നിരന്തര കൂട്ടായ്മയാണ് അവർക്ക് ഇതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നത്. സ്തോത്രം. വിശാലമായ വഴിയിൽ പോകുന്നവർക്ക് പ്രത്യേകിച്ച് ക്രിസ്തുവിലുള്ള കൂട്ടായ്മയൊന്നും വലിയ ആനന്ദമൊന്നും അവർക്ക് കൊടുക്കാറില്ല. അവർക്ക് സ്വാതന്ത്ര്യം പോലെ പോകാനും വരാനും ചെയ്യാനും ഒക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ അവരുടെ വിശാലമായ വഴിക്കകത്ത് അവർ കഷ്ടതകളോ അല്ലെങ്കിൽ പീഡനങ്ങളോ ഒന്നും അവർക്ക് നിയമാവലികളൊന്നും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് വിശാലമായ വഴി. ആ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർ അനേകരാകുന്നു എന്നിവിടെ കാണാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എത്രയോ പേർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ നിൽക്കുന്നു. പക്ഷേ കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ എത്രയോ പേർ തള്ളിക്കളഞ്ഞിട്ട് പിന്മാറിപ്പോകുന്നവർ എത്രയോ പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ രക്ഷിക്കപ്പെടാതിരിക്കുന്നവരാണെങ്കിൽ തന്നെയും ഉപദേശം ഇരിക്കാതിരിക്കുന്നവർ തന്നെയും അവരെല്ലാം തിരഞ്ഞെടുക്കുന്ന ഏകമാർഗം വിശാലമായ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥമായ നിത്യജീവികളിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുക എന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ശിഷ്യത്വത്തിൻ്റെ പാത വളരെ ഇടുക്കമുള്ളതെന്ന് ശിഷ്യന്മാരെ എൻ്റെ ദൈവം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതേ പഠിപ്പിക്കൽ തന്നെയാണ് ഈ കാലഘട്ടങ്ങളിലും നമ്മുടെ യുവതലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ദൈവിക വായ്ത്തത്വങ്ങൾ അവരുടെ മേലുണ്ട്, ദൈവിക ഇഷ്ടങ്ങൾ അവരുടെ മേലുണ്ട്, ദൈവിക പദ്ധതികൾ അവരുടെ മേലുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഈ ലോകത്തിൻ്റെ നിയമവുമായി ഒരിക്കലും കൂട്ടിക്കലർന്നു പോകുവാൻ അത് പാടുള്ളതല്ല. കാരണം ദൈവവചനം ഒരിക്കലും ലോക നിയമവുമായി കൂടിക്കലർന്ന് പോകുന്ന ഒരു വചന സംഹിതയല്ല വിശുദ്ധ തിരുവചനം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഭൂമിയുടെയും മനുഷ്യൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ
അതിൻ്റെ അപ്പുറമാണ് ദൈവവചനത്തിൻ്റെ വിശ്വാസ തലങ്ങൾ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നമുക്ക് നിർജീവമായാൽ അവനിൽ നിന്ന് സന്താനത്തെ ഉളവാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ശാസ്ത്രങ്ങൾ പരാജയപ്പെടും. ദൈവവചനത്തിനു മുമ്പിൽ ശാസ്ത്രവും മനുഷ്യൻ്റെ ജ്ഞാനവും അവൻ്റെ അറിവും അവൻ്റെ കഴിവും എല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. കൊറോണ എന്ന് പറയുന്ന വൈറസിന് മുമ്പിൽ സകലവിധ ശാസ്ത്രങ്ങളും പരാജയപ്പെട്ടു. ഇന്നും ഭൂമി നിന്നും അത് പരിപൂർണമായി തുടച്ചു നീക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ബുദ്ധിയും ജ്ഞാനവും അത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ജ്ഞാനത്തിനും അതീതമാണ്. മനുഷ്യൻ എത്ര കണ്ടുപിടുത്തം നടത്തി എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്തിൻ്റെ ഒരു ഇസങ്ങൾക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇന്നത്തെ ന്യൂ ജനറേഷൻ അഥവാ പുതിയ തലമുറകൾ എനിക്ക് പറയുവാനുള്ള സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവിക പദ്ധതികൾ നിറവേറ്റുമ്പോൾ തന്നെ നിങ്ങൾ ഇടുക്കുവാതിലൂടെ സഞ്ചരിച്ച് നിത്യജീവനെ അവകാശമാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓടുവാൻ. സ്തോത്രം ചെയ്യുന്നു. വേദികൾ അനേകം കിട്ടുമായിരിക്കും, പക്ഷേ നമ്മൾ ദൈവവചനത്തിൽ വേദികൾ അനേകം കിട്ടിയത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകണമെന്നില്ല. ഒരുപാട് സമയം പ്രാർത്ഥിച്ചിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകണമെന്നില്ല. ജീവിതത്തിൻ്റെ അകത്ത് വേർപെട്ട് വിശുദ്ധിയോടെ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലും ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി മുമ്പോട്ട് യാത്ര തിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.